ഹലോ മൈ ഡിയർ സോൾസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടാരോ മിത്ര. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ നൈറ്റ് തോട്ട്സ് എന്തുവായിരുന്നു, ഇന്നലത്തെ രാത്രികാല ചിന്തകൾ എന്തൊക്കെയായിരുന്നു, നിങ്ങളെക്കുറിച്ച് അവർ ആലോചിച്ചിട്ടുള്ള അവരുടെ മനസ്സിലുള്ള ഹിഡൻ ആയിട്ടുള്ള ചിന്തകൾ എന്തൊക്കെയാണ്, നിങ്ങളെക്കുറിച്ച് അവർ ആലോചിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെക്ക് ചെയ്യുന്നത്. സോ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. അതേപോലെ തന്നെ എൻ്റെ അടുത്ത് പേഴ്സൺ റീഡിംഗ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഞാൻ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്നെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. ഓക്കെ, നമുക്കിനി ബാക്കി വീഡിയോയിലോട്ട് കിടക്കാം. സോ ഇവിടെ ഒരുപാട് സിറ്റുവേഷൻ എടുക്കുന്ന സമയത്ത് ഇവിടെ കാർഡ്സിൽ നിന്ന് വന്നിരിക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് തന്നെ, നിങ്ങൾ ഒരുപാട് നാളായിട്ട് നോ കോൺടാക്ട് സിറ്റുവേഷൻ നിൽക്കുകയാണ്. തമ്മിൽ യാതൊരു കോൺടാക്റ്റും ഇല്ലാതെ അങ്ങോട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കും തോറും അവർ നിങ്ങളിൽ നിന്ന് ഒരുപാട് ഡിസ്റ്റൻസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ഒരു മെസ്സേജ്, ഒരു കോൾ, അല്ലെങ്കിൽ നേരിട്ട് അവരെ ഒന്ന് കാണണമെന്ന് നിങ്ങൾ ഒരുപാട് രീതിയിൽ ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി നിങ്ങളുടെ ഡ്രീംസിലൊക്കെ തന്നെ അവരെക്കുറിച്ചുള്ള ഓർമ്മകളും കാര്യങ്ങളും ഒക്കെ തന്നെ കടന്നു വരികയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ സിറ്റുവേഷന് ഭയങ്കരമായിട്ട് പെയിൻഫുൾ സിറ്റുവേഷനിൽ കൂടെയാണ് എൻ്റെ വ്യൂവേഴ്സ് ഒരുപാട് പേര് കടന്നു പോകുന്നത്. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഡിപ്രഷനുണ്ട്, അതേപോലെ നിങ്ങൾക്ക് രാത്രി കാലങ്ങളിൽ ഉറങ്ങാൻ പറ്റുന്നില്ല. അവരെക്കുറിച്ചുള്ള ചിന്തകൾ, നിങ്ങൾ ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരുപാട് ഓർമ്മകൾ, യാത്രകൾ, ഫോട്ടോസ്, ഇതൊക്കെ നിങ്ങൾ നോക്കൂ. ഇതൊക്കെയാണ് നിങ്ങളുടെ ഒരു കറണ്ട് ഫീലിങ്സ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ചിന്ത എടുക്കുന്ന സമയത്തും അവരും ഒരു ഹെഡ് ബ്രോക്കൺ സിറ്റുവേഷനിൽ കൂടാണ് കടന്നു പോകുന്നത്. നിങ്ങളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് വേദന എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ അവർക്ക് നല്ല രീതിയിൽ ഗിൽറ്റ് ഫീൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവരാണെങ്കിൽ നിങ്ങളായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഡീപ്പായിട്ടിരുന്ന് ആലോചിക്കുക എല്ലാം ചെയ്യുന്നത്. അവരുടെ ലൈഫിലേക്കൊരു പ്രണയം എന്താണെന്നും പ്രണയത്തിന് ലൈറ്റ് കൊണ്ടുവന്നതും നിങ്ങളാണ്. നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ഓരോ ടൈമും അവർക്ക് ഒരുപാട് വാല്യൂ ഉള്ളതായിരുന്നു, അല്ലെങ്കിൽ അവരത്രയും നന്നായിട്ടായിരുന്നു നിങ്ങൾ ട്രീറ്റ് ചെയ്തിരുന്നതെന്നും അവർ ഈ ഒരു സമയത്താണ് തിരിച്ചറിയുന്നത്. അതേപോലെ തന്നെ ഇവർ ഒരുപാട് പേര് ആണെങ്കിൽ ഒരു ഫാമിലിയായിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട്. സോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങൾക്കിടയിൽ ഒരുപാട് പേർക്കിടയിൽ കടന്നു വന്നിട്ടുണ്ട്. സോ തേർഡ് പാർട്ടി നിങ്ങൾക്ക് രണ്ടുപേർക്കിടയിൽ കടന്നു വന്നതുകൊണ്ടാണ് നിങ്ങൾ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയതും. അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് അകന്നു പോകാൻ മെയിൻ കാരണം ഒരു തേർഡ് പാർട്ടി കടന്നു വന്നതുകൊണ്ടാണ്. സോ തേർഡ് പാർട്ടി വന്നപ്പോൾ പോലും നിങ്ങൾ ആ പേഴ്സണോടുള്ള ഇഷ്ടം കൊണ്ട്, നിങ്ങളുടെ പാർട്ട്ണറിനോടുള്ള ഇഷ്ടം കൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ ക്ഷമിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം പോട്ടേന്ന് വെക്കുകയും അതേപോലെ തന്നെ നിങ്ങൾ ഒരുപാട് കമ്മിറ്റഡ് ആവുകയും ഭയങ്കര ജെന്യുവനായിട്ട് നിന്നിട്ടുള്ള വ്യക്തികളായിരുന്നു നിങ്ങൾ. പക്ഷെ നിങ്ങൾക്ക് തിരിച്ച് അവരുടെ സ്നേഹം മാത്രം നിങ്ങൾ ആഗ്രഹിച്ച് നിന്നിട്ട് പക്ഷെ നിങ്ങൾക്ക് കിട്ടിയത് ഭയങ്കര വേദനകൾ മാത്രമാണ് അവർ തിരിച്ച് തന്നത്. ഇവിടെ ഒരുപാട് റിലേഷൻഷിപ്പിൽ കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കാസ്റ്റ് നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നമായിട്ടുണ്ടായിരുന്നു. കാസ്റ്റ് റിലേജ് നിങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. സോ പലരുടെയും ബ്രേക്കപ്പിൻ്റെ ഒരു കാരണമായിട്ട് ഇവിടെ കാസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഇവിടെ വന്നിട്ടുണ്ട്. മേ ബി നിങ്ങളുടെ പേഴ്സൺ ഒരു മാരേജിലോട്ട് പോകേണ്ട റിലേഷൻഷിപ്പായിരുന്നു. നിങ്ങൾ ആ പേഴ്സണായിട്ട് ഒരു ഫ്യൂച്ചർ പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു, ഒരു മാരേജ് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ നിങ്ങളുടെ പേഴ്സണാണെങ്കിൽ നിങ്ങളെ അതൊക്കെ എല്ലാം ബ്രേക്ക് ചെയ്തിട്ടാണ് നിങ്ങളിൽ നിന്ന് അകന്നു പോയിരിക്കുന്നത്. സോ ഈ കാരണം സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിൽ യൂണിവേഴ്സ് ഒരുപാട് രീതിയിൽ അവർ ചെയ്തിട്ടുള്ള തെറ്റിന് അവർക്ക് തന്നെ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങളോട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്, അത് നിങ്ങൾക്ക് എത്രത്തോളം വേദന തന്നിട്ടുണ്ടെന്നും അതിലൂടെ അവരെത്ര പെയിൻഫുൾ സിറ്റുവേഷനായി കടന്നു പോകുന്നു, നിങ്ങളുടെ പേഴ്സണിനെ യൂണിവേഴ്സ് അതിനുള്ള ഒരു കർമ്മ അവർക്ക് തിരിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ നിങ്ങൾ റിലേഷൻഷിപ്പ് എടുക്കുന്ന സമയത്ത് ഇവിടെ സോൾമേറ്റ് ആയിട്ടാണ് ഇവിടെ കാണുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങളൊന്ന് നേരിട്ട് കാണണമെന്നും നേരിട്ട് നിങ്ങളോട് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യണമെന്നും അതേപോലെ നിങ്ങളെ ഒന്ന് കോൾ ചെയ്യണമെന്നും നിങ്ങളുടെ ശബ്ദം കേൾക്കാൻ വേണ്ടി അവർ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നെക്സ്റ്റ് ഒരു കാര്യം ഇവിടെ പറയുള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഒരുപാട് അറിയാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ മേ ബി നിങ്ങൾക്കിടയിൽ നിൽക്കുന്ന ഫ്രണ്ട്സ് വഴി ആയിരിക്കാം, ഓർ സോഷ്യൽ മീഡിയാസ് വഴി നിങ്ങളെ ഒരുപാട് രീതിയിൽ ചേസ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് അടുത്ത് വരാനാണ്, അതിനുള്ള പ്ലാനിങ്ങിലാണ് അവരിപ്പോൾ കറൻ്റ്ലി ഉള്ളത്. കാരണം നിങ്ങളുടെ പലരുടെയും സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇവിടെ ഒരു തേർഡ് പാർട്ടി നിങ്ങൾ രണ്ടുപേരും തമ്മിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിനെ പോലും ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് സെപ്പറേറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്.
നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. തുടക്കത്തിൽ ഭയങ്കര മനോഹരമായി പോയിക്കൊണ്ടിരുന്ന റിലേഷൻഷിപ്പായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് നിങ്ങൾക്കിടയിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് കടന്നു വരികയും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റാതെയും സിറ്റുവേഷൻ ബാലൻസ് ആക്കാതെയും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയായിരുന്നു നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നങ്ങളുണ്ടാവുകയും അതേപോലെ അവർ നിങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിലാണെങ്കിൽ അവർ വിചാരിക്കുന്നുണ്ട് എത്രയും നന്നായി പോയിരുന്ന റിലേഷൻഷിപ്പായിരുന്നു. അവരും ഒരു ടൈമിൽ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് എന്താ സംഭവിച്ചു പോയത്, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള എക്സാക്റ്റ് കാരണം എന്താണ് എന്നാണ് അവരുടെ മനസ്സിൽ ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കടന്നു വരുന്നത്. സോ അവർ ഈ ഒരു സമയത്ത് ഈ ഒരു സെപ്പറേഷനിൽ ഭയങ്കര പെയിൻഫുള്ളാണ് നിൽക്കുന്നത്. അവർക്ക് ഒരു കാര്യങ്ങളിലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. നിങ്ങൾ എത്രത്തോളം പെയിൻ എടുക്കുന്നുണ്ടോ അതിനെപ്പോലെ തന്നെ നിങ്ങളുടെ പേഴ്സണും ഭയങ്കരമായിട്ട് പെയിൻ എടുക്കുന്നുണ്ട്. നിങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നൽകിയത് ഭയങ്കര ട്രോമയായിരുന്നു എന്ന്, ആ ഒരു ട്രോമ നിങ്ങൾക്ക് ഒരിക്കലും തരാൻ പാടില്ലായിരുന്നു എന്നും അവർ ഈ ഒരു സമയത്ത് തിരിച്ചറിയുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പലരുടെയും പേഴ്സൻ്റെ ഒരു കാര്യം എടുക്കുന്ന സമയത്ത് നിങ്ങളോട് ഒരുപാട് സംശയമുള്ള പോലെ ഉണ്ടായിരുന്നു. നിങ്ങൾ അത്രയും ജെന്യുവിനായിട്ട് നിന്നിട്ടും നിങ്ങളെ സംശയിക്കുമായിരുന്നു. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ, മറ്റ് കാര്യങ്ങൾ ഒക്കെ തന്നെ നിങ്ങളെ സംശയിക്കുമായിരുന്നു. ഈ ഒരു സമയത്ത് അവരതെല്ലാം ആലോചിച്ച് ഒരുപാട് വേദനിക്കുന്നുണ്ട്. ആവശ്യമില്ലാതെ അവരുടെ മനസ്സിൽ എന്തൊക്കെയോ തോന്നലും മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ടും നിങ്ങൾ ജഡ്ജ് ചെയ്തതിന് അവർ ഒരുപാട് പെയിൻ ഇപ്പോൾ എടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ അവരുടെ ഡ്രീമിൽ ഒരുപാട് രീതിയിൽ ഇപ്പം കടന്നു വരുന്നുണ്ട്. നിങ്ങളുടെ മുഖം അവർക്ക് എവിടെ പോയാലും ചിലപ്പോൾ മ്യൂസിക് കേൾക്കുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോഴായിരിക്കും നിങ്ങളുടെ പേര് അവരെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. അവരെ എത്ര മറക്കാൻ ശ്രമിച്ചിട്ട് ഒരു ടൈമിൽ നോക്കുന്ന സമയത്ത് നിങ്ങളില്ലാതെ അവർ ഭയങ്കര ഹാപ്പിയായിട്ട് ജീവിക്കുമായിരുന്നു. പക്ഷേ ഈ ഒരു ടൈമിൽ അവർ ഇമോഷണലി ഭയങ്കരമായിട്ട് വീക്കായിട്ടിരിക്കുകയാണ്. അവർക്ക് ആണെങ്കിൽ നിങ്ങളില്ലാതെ ഒരു ലൈഫ് ഇപ്പം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. എങ്ങനെയും നിങ്ങൾ വേണം, അത്രയും ഇമോഷണലി നിങ്ങളോട് അട്രാക്റ്റായിട്ട് നിൽക്കുകയാണ്. നിങ്ങളാണ് അവരുടെ വേൾഡ് എന്നാണ് അവരിപ്പോൾ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ ഒരിക്കലും നിങ്ങളിൽ നിന്ന് ഡിറ്റാച്ച് ആവാൻ പറ്റാത്തത്, വേർപിരിയാൻ പറ്റാത്ത രീതിയിലുള്ളൊരു കണക്ഷനാണ് അവർക്ക് ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ തോന്നുന്നത്. എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് അടുത്ത് വരിക. അവർക്ക് മേ ബി ഈ ഒരു വീഡിയോ കാണുമ്പം തന്നെ എൻ്റെ പല വ്യൂവേഴ്സിനും നിങ്ങളുടെ പേഴ്സിൽ നിന്നൊരു കോളോ മെസ്സേജോ മറ്റു കാര്യങ്ങളും വരാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുമുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണായിട്ട് നിങ്ങൾ റീകൺസിലേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ആ ഒരു കാര്യം നിങ്ങൾക്ക് നടത്തി എടുക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനിക്ക് മെസ്സേജ് അയച്ചു തരാം. നമ്മൾ അതിനുള്ള മറ്റു കാര്യങ്ങൾ ഇവിടെ ചെയ്യുന്നുണ്ട്. അത് സ്പെല്ലാണ് ചെയ്യുന്നത്. സോ നിങ്ങളുടെ പേഴ്സ് നിങ്ങൾക്ക് തിരിച്ച് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പെല്ല് ചെയ്യാവുന്നതാണ്. എത്ര വർഷങ്ങളായിട്ട് നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റ് ഇല്ലാതിരുന്നാലും, അല്ലെങ്കിൽ 2 വർഷമായി 3 വർഷമായി നിങ്ങൾ തമ്മിൽ യാതൊരു കോണ്ടാക്റ്റും ഇല്ല, നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എത്ര പെയിൻഫുൾ ആയിക്കോട്ടെ, എത്ര ഡിറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന ആയിക്കോട്ടെ, നിങ്ങൾ തമ്മിൽ റീകൺസിലേഷൻ നമുക്ക് പോസിബിൾ ആക്കാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഞാൻ പേഴ്സണൽ റീഡിങ് ചെയ്യുന്നുണ്ട്. പേഴ്സണൽ റീഡിങ് വേണ്ടിയിട്ടുള്ള നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. സോ പേഴ്സണൽ റീഡിങ് താല്പര്യമുള്ളവർ ഈ ഒരു നമ്പർ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഞാനിവിടെ യൂട്യൂബിലാണ് ലൈവ് റീഡിങ് ചെയ്യുന്നുണ്ട്. ലൈവ് റീഡിങ് ചില സമയത്ത് ഫ്രീ ആയിട്ട് ചെയ്യാറുണ്ട്. മസ്റ്റ്ലി ചിലപ്പോൾ 1 hour റീഡിങ് ആയിരിക്കും. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ഡീറ്റെയിൽ റീഡിങ് ആയിട്ടില്ല, ഇടയ്ക്ക് ചെയ്യാറുണ്ട്. സോ നിങ്ങൾക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്തിട്ടിരുന്നാൽ ഞാൻ ലൈവ് റീഡിങ് ചെയ്യുന്ന നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു മെയിനായിട്ട് ഇന്നലത്തെ കറണ്ട് തോട്ട് എടുക്കുന്ന സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഇന്നലെ നിങ്ങളോട് ഒരുപാട് രീതി അവർ ഫോൺ എടുത്തിട്ട് നിങ്ങളെ വിളിക്കാൻ വേണ്ടി നിങ്ങളുടെ കോൺടാക്റ്റ് എടുത്ത് മെസ്സേജ് അവർ ടൈപ്പ് ചെയ്തിട്ട് ക്ലോസ് ചെയ്തു. മേ ബി എൻ്റെ പല ക്ലയൻറ്റ്സ് ഇന്നലെ ഒരു ഡിലീറ്റ് ഫോർ മെസ്സേജ് പോലെയോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് നോട്ടിഫിക്കേഷനോ കോളോ മിസ് കോളോ എന്തെങ്കിലും നിങ്ങളുടെ പേഴ്സിൽ നിന്ന് വന്നിട്ടുള്ളതായിട്ട് ഇവിടെ ഒരു മെസ്സേജായിട്ട് വരുന്നുണ്ട്. കാരണം അവർക്ക് നിങ്ങളെ വേണം. ആ ഒരു സത്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾക്കിപ്പോൾ കേൾക്കുമ്പം അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഒരുപാട് രീതി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ അവരുടെ ലൈഫിൽ വേണം. അവർക്കിപ്പം വേറെ ആരും വേണമെന്ന് ആഗ്രഹമില്ല. അവരുടെ ഫ്രണ്ട്സ് ആവട്ടെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിൽക്കുന്ന ആവട്ടെ, മറ്റ് കാര്യങ്ങളാവട്ടെ, അവർക്ക് അതിലൊന്നും യാതൊരു ഫോക്കസും ഇല്ല. അവരുടെ ആകെ ഫോക്കസ് എന്ന് പറയുന്നത് നിങ്ങളായിട്ടൊരു ഒരുമിക്കുന്ന റീകൺസിലേഷനാണ്. നിങ്ങളായിട്ട് ഒരു ബാലൻസ് സിറ്റുവേഷൻ കൊണ്ടുവരും. നിങ്ങളായിട്ട് ഒരുപാട് മെമ്മറീസ് ഇനി സ്പെൻഡ് ചെയ്യുക, ഒരുപാട് യാത്രകൾ ചെയ്യുക, നിങ്ങളോട് ഒരുപാട് സംസാരിക്കുക, അതേപോലെ തന്നെ നിങ്ങളായിട്ടൊരു മാരേജ്, അങ്ങനത്തെ ഒരുപാട് ആഗ്രഹങ്ങൾ മാത്രമാണ് നിങ്ങളുടെ പേഴ്സണൽ കാരണം സിറ്റുവേഷനുള്ളത്. സോ അവരതിന് വേണ്ടിയിട്ട് ഒരുപാട്
ലൈക്ക് എഫോർട്ട് ഇടുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്, ഉടനെ തന്നെ നിങ്ങളുടെ പേഴ്സൺ വരും. മേ ബി ഒരു 3 വീക്സ് വരെ പോകത്തുള്ളൂ. 3 വീക്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ പേഴ്സൺ 100% ആയിട്ട് നിങ്ങളിലേക്ക് തിരിച്ചു വരുമെന്നാണ് ഇവിടെ കാർഡ്സിൽ നിന്നുള്ളിലും വരുന്നത്. കാരണം അത്രയും സ്ട്രോങ് ആയിട്ട് ലവ് എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഭയങ്കര സ്ട്രോങ് ആയിട്ട് ലവ് എനർജിയാണ് വന്നിരിക്കുന്നത്. അതേപോലെ ഇവിടെ വാൺസിൻ്റെ എനർജി ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മജീഷ്യൻ എന്ന് പറയുന്ന ഏറ്റവും പോസിറ്റീവായിട്ടൊരു കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു ടൈമിൽ എന്തായാലും ഈ ഒരു കാര്യം പോസിബിൾ ആവും എന്നുള്ളതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ കാർഡായിട്ടാണ് മജീഷ്യൻ എന്ന് പറയുന്ന കാർഡ് പോലും വന്നിരിക്കുന്നത് കേട്ടോ. സോ നിങ്ങൾ എത്രത്തോളം പോസിറ്റീവായിട്ടിരിക്കുന്നോ, നിങ്ങളുടെ മൈൻഡ് എത്രത്തോളം ക്ലിയർ ആയിട്ട് വെക്കുന്നു, അതേപോലെ തന്നെ ഈ സിറ്റുവേഷൻ നിങ്ങൾ എത്രത്തോളം ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതൊക്കെ അനുസരിച്ച് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സായിട്ട് അത്രയും കണക്റ്റ് ആവാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡ് ഇപ്പോൾ ഒരുപാട് വീക്കാണ്, സാഡാണ്, ഡിപ്രസ്ഡ് ആണ്, പക്ഷെ അതെല്ലാം മാറ്റിയിട്ട് നിങ്ങളുടെ പേഴ്സണെ തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവുകയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഉറപ്പായിട്ട് നിങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ അവർ വരാനുള്ള ചാൻസസ് ആണ് കൂടുതൽ. കാരണം അവർക്ക് ഭയങ്കര സ്ട്രോങ് ലവ് എനർജി നിങ്ങളോട് ഫീൽ ചെയ്യുവാണ്. അൺകണ്ടീഷണലായിട്ടുള്ള ലവ് ആണ് നിങ്ങളോട് ഫീൽ ചെയ്യുന്നത്. അവർക്ക് പോലും എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അവരുടെ മൈൻഡിൽ പോലും ഡേ ആൻഡ് നൈറ്റ് അവർ ഫുൾ നിങ്ങളെക്കുറിച്ച് മാത്രമാണ് ആലോചിക്കുന്നത്. നിങ്ങളുടെ ഓർമ്മകൾ മാത്രമാണ് അവരുടെ മനസ്സിലുള്ളത്. നിങ്ങൾ ഒരുപാട് അവർ മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങളില്ലാതെ അവർക്ക് ലൈഫില്ല. നിങ്ങൾ വേണം അവരുടെ ലൈഫിൽ. അത്രയും സ്ട്രോങ് ആയിട്ട് തന്നെ അവർ ഈ സമയത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ കെയറും അതേപോലെ നിങ്ങളുടെ സ്നേഹവും ഒക്കെ അവർ ഒന്നും കൂടെ ആസ്വദിക്കുക, അവരുടെ ലൈഫിൽ ഒന്നും കൂടെ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ ഈ ഒരു കറണ്ട് സിറ്റുവേഷനിൽ അവർ ആഗ്രഹിക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് വേണ്ടി എന്തും ഇനി ചെയ്യാൻ അവർ തയ്യാറാണ്. അതായത് നിങ്ങൾ അവരുടെ ലൈഫിലേക്ക് കടന്നു ചെന്നാൽ നിങ്ങൾക്ക് വേണ്ടി എന്തും സാക്രിഫൈസ് ചെയ്യുക. നിങ്ങൾ എങ്ങനെയാണോ നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്, നിങ്ങളെ വിളിക്കുക, കാണാൻ വരിക, ട്രാവലിങ്ങിന് പോവുക, ഗിഫ്റ്റ് തരിക. സോ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുക, നിങ്ങളുടെ കാര്യങ്ങളെല്ലാം കേൾക്കുക, നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. സോ നിങ്ങൾ എങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങളുടെ പേഴ്സൺ, ആ രീതിയിൽ നിൽക്കാനാണ് അവർ ഈ ഒരു ടൈമിൽ ഏറ്റവും കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്. സോ നമുക്ക് ഫൈനലായിട്ട് നിങ്ങളുടെ പേഴ്സണിന് നിങ്ങളോടുള്ള മെസ്സേജസും കൂടെ നോക്കാം. സോ മെസ്സേജിനായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡേ ടൈം, അതായത് ഒരു 24/7 നിങ്ങളെക്കുറിച്ച് മാത്രമാണ് അവർ ചിന്തിക്കുന്നത്. അവരുടെ മനസ്സിൽ വേറെ ഒരു ചിന്തകളും വരുന്നില്ല. നിങ്ങളെക്കുറിച്ച് ആലോചിക്കുക എന്നാൽ പോലും അവരുടെ ഹൃദയത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ മെമ്മറിയിൽ നിന്ന് പോലും നിങ്ങളുടെ ഓർമ്മകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുവാണ്. അതേപോലെ നിങ്ങൾക്കാണ് അവർ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി നമ്പർ 1 തന്നിരിക്കുന്നത്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രയോറിറ്റി മറ്റാർക്കും അവർ കൊടുത്തിട്ടില്ല. സോ നിങ്ങൾ ഭയങ്കരമായിട്ട് ഒരു ഹോൾഡ് ചെയ്ത് ഇപ്പം വെച്ചിരിക്കുകയാണ്. സോ മേ ബി നിങ്ങൾക്ക് പോലും ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും നിങ്ങളുടെ പേഴ്സണോട് ഇതുവരെ ഇല്ലാത്തൊരു ഫീലിങ്സും കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ദിവസം ഈ ഒരു കമ്മിങ് ഡേയ്സിലൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം. അത്രയും സ്ട്രോങ് ആയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളെ ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ അവരിപ്പം ഒരു കാര്യം ആഗ്രഹിക്കുന്നത് വെച്ചാൽ എനിക്കൊന്നും ഇവിടെ പലരും എൻ്റെ വ്യൂവേഴ്സിന് മൂവി കാണാൻ ഒരുപാട് ഇഷ്ടമുള്ളവരുണ്ടെന്ന് തോന്നുന്നു. സോ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ കൈ പിടിച്ച് കുറേ നേരം ഇരുന്നൊരു മൂവി കാണാം, തിയേറ്ററിൽ പോവുക, അല്ലെങ്കിൽ ഒരുമിച്ച് ഇരുന്ന് ഒരു മൂവി കാണും. സോ ഇക്കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ കൂടുതലായിട്ട് ഈ ഒരു ടൈമിൽ ആഗ്രഹിക്കുന്നത്. ഒരുമിച്ച് നിങ്ങളായിട്ടൊരു മൂവി ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വലിയൊരു സർപ്രൈസ് തരാൻ വേണ്ടി അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്. മേ ബി ഇത്രയും ഒരു പെയിൻഫുൾ സിറ്റുവേഷനിൽ കൂടെ നിങ്ങളെ കൊണ്ടുപോയിട്ടുള്ളത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് വലിയൊരു സർപ്രൈസ് തരാൻ വേണ്ടി അവർ ആഗ്രഹിക്കുന്നുണ്ട്. സോ അവരതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളുടെ പേഴ്സൻ്റെ റീഡിങ്ങിനകത്തുള്ളത്. സോ ഞാൻ ഇവിടെ വീഡിയോ ക്ലോസ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ എൻ്റെ അടുത്ത് പേഴ്സൺ റീഡിങ് എടുക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ എനിക്ക് ഈ ഒരു കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. സോ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ വീഡിയോ ഇട്ട സമയത്ത് വ്യൂവേഴ്സ് ഭയങ്കര കുറവായിരുന്നു. വീഡിയോ ഇപ്പോൾ ആരും പഴയ പോലെ കാണുന്നില്ല. സോ നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ വീഡിയോയിൽ മാറ്റം വരുത്തണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. ആ വീഡിയോയിൽ കമൻറ്റ് ചെയ്ത് പറയാവുന്നതാണ്. സോ അതുകൊണ്ടാണ് ഇപ്പം വീഡിയോ ഇല്ലാത്ത എന്നോട് കുറച്ച് പേര് മെസ്സേജ് ചോദിച്ചിരുന്നു എന്താ മാം ഇപ്പം വീഡിയോ ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചിരുന്നു. സോ എൻ്റെ ഡെയിലി എൻ്റെ വീഡിയോസ് കാണുന്ന ക്ലയൻസ് ഉണ്ട്. സോ ഞാൻ മെയിനായിട്ട് വീഡിയോ എടുക്കുന്നത് കുറവാണ്. കാരണം പേഴ്സൺ റീഡിങ്ങിന് ഒരുപാട് കൊടുക്കാനൊക്കെ ഉണ്ടായതുകൊണ്ട് തന്നെ റീഡിങ് ചെയ്ത് കൊടുക്കുന്നത് വളരെ കുറവായിട്ടാണ് ഉള്ളത്. സോ യൂട്യൂബിൽ വീഡിയോ ഇടുന്നത് വളരെ കുറവായിട്ടാണുള്ളത്. സോ അതുകൊണ്ടാണ് വീഡിയോ കുറവായിട്ടുള്ളത്. സോ മേ ബി അതുകൊണ്ടായിരിക്കും ഒരു ലോങ് ടൈമിന് ശേഷമാണ് ഞാൻ വന്നിട്ട് 2 വീഡിയോ അപ്ലോഡ് ചെയ്തത്. പക്ഷേ അതിന് വ്യൂവേഴ്സ് ഒരുപാട് പേര് ഇല്ല. സോ നിങ്ങൾക്ക് വീഡിയോ കാണാൻ ഇൻട്രസ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ലോങ് വീഡിയോ ഇടുന്നില്ല, ഷോർട്ട് വീഡിയോ മാത്രം ഇടാമെന്ന് വിചാരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. സോ നിങ്ങൾക്ക് ഏത് വേണമെന്ന് വെച്ചാൽ
നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാം കേട്ടോ. എന്തായാലും ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നും യൂസ്ഫുൾ ആയെന്നും ഞാൻ കരുതുന്നുണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കേണ്ടതാണ്. സോ നെഗറ്റീവായാലും പോസിറ്റീവ് രണ്ടായാലും നിങ്ങൾക്ക് പറയാം, അതിന് യാതൊരു പ്രശ്നമില്ല. ഓക്കെ, താങ്ക് യു.